ആഫ്റ്റർ എ ലോങ് ടൈം ഞങ്ങൾ ഇന്നൊരു മൂവി ഡേറ്റിന് പോവാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. ഒരു ഈവനിങ് 5:30 ആയപ്പോഴാണ് പോയത്. ഷോ വൈകുന്നേരം 7:30ക്കാണ്. അപ്പം നമ്മൾ ഏത് മൂവി കാണാൻ പോയെന്ന് ഇനി ഇതല്ല പറഞ്ഞ ഈ പടത്തിന് എനിക്കും അമ്മയ്ക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും എല്ലാവരും ഉള്ളതല്ലേ അങ്ങോട്ട് പോയേക്കാമെന്ന്. സോ മൂവി ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഇറ്റ്സ് മാർക്കോ. മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. നല്ല സ്റ്റോറി ലൈൻ ആയിരുന്നു. അത്യാവശ്യം ബ്രൂട്ടലായ ആക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നൈസ് ആയിരുന്നു. നമ്മുടെ ഫാമിലിയിൽ ആർക്കെന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാൻ ഒരാളേ ഉള്ളൂ. ഒരു ഹോളിവുഡ് സ്റ്റൈൽ വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഉണ്ണിമുകുന്ദനാകട്ടെ ബാക്കി എല്ലാ ആക്ടേഴ്സും അത് വേറൊരു സ്കെയിലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് വാസ് ടോട്ടലി ഡിസപ്പോയിൻറ്റിങ്. ജസ്റ്റ് ബ്രൂട്ടൽ വയലൻസ് അത്ര തന്നെ. ബട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലൊരു സ്റ്റോറി ലൈൻ അവർക്ക് സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരാൻ പറ്റുമായിരുന്നെങ്കിൽ ദ ഹോൾ മൂവി വുഡ് ഹാവ് ബീൻ ഇൻ അനദർ ലെവൽ. എൻ്റെ നഷ്ടപ്പെട്ട 2 കോടി തിരിച്ചെടുക്കാൻ 5 കോടി ചിലവഴിക്കാനും ഞാൻ റെഡിയാണെന്ന് മൂവി ഡയലോഗ് എനിക്ക് സിനിമ കണ്ടപ്പോൾ സത്യമായി ഓർമ്മ വന്നത്. അത്രയുള്ളൂ. ബൈ ബൈ.